ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇത് റെസിവരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു ബേസിക് പാൻ കേക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ഒരു മുട്ട ഒരു ബൗളിനകത്തോട്ട് പൊട്ടിച്ചിടുക. ഈ മുട്ട ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വളരെ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചാണ്. അപ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം, മുട്ടയ്ക്കും പാലിനും ഇൻഗ്രീഡിയൻസിനെല്ലാം. ഇനി നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓഫ് ഷുഗർ ഞാനിവിടെ അളന്ന് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ എഗ് ബീറ്റർ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യം നമുക്ക് പാല് ഞാനിവിടെ അളന്ന് വെച്ചിരിക്കുന്നത് 2 മെഷറിംഗ് കപ്പിലായിട്ട് 3/4 കപ്പാണ്. അത് രണ്ടും ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ പഞ്ചസാര അലിയുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യം അടുത്തത് ഇടേണ്ടത് മൈദപ്പൊടിയാണ്. അതിനുവേണ്ടി നമുക്കൊരു അരിപ്പ യൂസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും തരി ഉണ്ടെങ്കിൽ അത് അതിലൂടെ പാസ് ചെയ്യാതെ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പ യൂസ് ചെയ്യുന്നത്. ഇനി അത് കൈകൊണ്ടോ അല്ല ഒരു ചെറിയൊരു സ്പൂൺ കൊണ്ടോ എങ്ങനെയെങ്കിലും അത് ബാറ്ററിനകത്തോട്ട് നല്ലപോലെ തട്ടിയിടുക. ഇനി അത് ഫുള്ള് കഴിയാറായി തോന്നുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ബേക്കിംഗ് പൗഡർ ഇടാം. ഞാനിവിടെ അളന്ന് വെച്ചിരിക്കുന്നത് 3/4 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് പൗഡറാണ്. അതും കൂടി നല്ലപോലെ ഇട്ടതിന് ശേഷം സോൾട്ട് ചേർക്കുക. ഞാനിവിടെ ആവശ്യത്തിന് ഒരു സോൾട്ട് 1/4 ടീസ്പൂൺ ഓഫ് സോൾട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതാ നല്ലൊരു കേക്ക് ബാറ്റർ പോലെ ആയി തോന്നുമ്പോൾ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓഫ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൽ. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒരു കേക്ക് ബാറ്റർ ആക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ കൊക്കോ പൗഡർ അല്ലെങ്കിൽ നമ്മളുടെ വാനില എസൻസ് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് മോഡിഫൈ ചെയ്യാം. ഇനി ഒരു പാനിൽ നല്ല മീഡിയം ഫ്ലെയിം ആകുമ്പോൾ ഒരു ബാറ്റർ ഇച്ചിരി ഒരു തവിയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് തീരെ ചെറുതാ തോന്നുകയാണെങ്കിൽ ഒരു ഇച്ചിരി പൊടിക്കും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ദോശ പോലെ നമുക്ക് പരത്തണ്ട, ജസ്റ്റ് ഇട്ടാൽ മതി. ആ സൈഡിലോട്ട് തനിയെ ഊർന്ന് വന്നോളും. ഇനി നല്ല ഹോൾസ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നല്ല ഹോളായി വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം അധികം നേരം എടുക്കില്ല, ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ്. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അടിപൊളി ഫ്ലഫി ആൻഡ് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് എൻ്റെ മോളുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സ്നാക്കാണ്, ഫേവറേറ്റ് കോമ്പിനേഷനാണ് ഞങ്ങളുടെ ന്യൂട്ടെല്ല ആൻഡ് പാൻ കേക്ക്. അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.